അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഖുറൈശി നേതാക്കന്മാരെ, പ്രമുഖരായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്ന ഒരു കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന സഹാബി നബിയെ സമീപിച്ചു. അദ്ദേഹം നബിയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചതിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരിക എന്ന് ഈ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബിയോട് അപേക്ഷിക്കുകയാണ്. അപ്പം നബിയാണെങ്കിൽ ഈ പ്രമുഖന്മാരുമായിട്ടുള്ള സംസാരത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇയാൾ ഈ വർത്തമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾ വന്ന് ചോദിച്ചത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അതായത് പ്രമുഖരായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവർ വന്നാൽ അവരുടെ കൂടെ കുറേ ആളുകൾ വരും എന്നായിരിക്കണം നബി ആഗ്രഹിച്ചത്. പക്ഷേ ഈ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് നബി മുഖം തിരിച്ച് കളഞ്ഞതിനെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയ സൂറത്താണ് സൂറത്തു അബസ. ഇത് മക്കയിലാണ് അവതരിച്ചത്. 42 വചനങ്ങളാണ്. ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അബസ വതവല്ല. അബസ തങ്ങൾ മുഖം ചുളിക്കുകയും വതവല്ല തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻജാഅഹുൽ അഅ്മ തങ്ങളുടെ അടുക്കൽ ഒരു അന്ധൻ വന്നപ്പോൾ. അബസ വതവല്ല അൻജാഅഹുൽ അഅ്മ തൻ്റെ അടുത്ത് ഒരു കണ്ണ് കാണാത്തവൻ വന്നതിനാൽ അദ്ദേഹം, അതായത് നബി, മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. വമാ യുദ്രീക താങ്കളെ അറിയിക്കുന്നത് എന്താണ്? ലഅല്ലഹു അദ്ദേഹം ആയേക്കും യസ്സക്ക പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായേക്കും. ഔ യസ്സക്കറു അല്ലെങ്കിൽ അയാൾ ഉപദേശം സ്വീകരിക്കും. ഫതൻഫഉഹു ദിക്റ അപ്പോൾ അയാൾക്ക് ഉപദേശം ഫലം ചെയ്യുകയും ചെയ്യും. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഉഹു ദിക്റ താങ്കളെ അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹം പരിശുദ്ധനാവുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയും ചെയ്തേക്കാം. അമ്മാ മനിസ്തഗ്ന എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനോ, ഫഅൻത ലഹു തസദ്ദ അവൻ്റെ നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു. അമ്മാ മനിസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ അവൻ്റെ നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു. വമാ അലൈക അല്ലാ യസ്സക്ക വമാ അലൈക തങ്ങളുടെ മേൽ ബാധ്യതയില്ല, അല്ലാ യസ്സക്ക അവൻ ശുദ്ധിയാകാത്തതിൽ, അവൻ സത്യനിഷേധത്തിൽ നിന്ന് ശുദ്ധിയാകാത്തതിൽ താങ്കൾക്ക് കുറ്റമൊന്നുമില്ല. അമ്മാമൻ ഒരുത്തൻ ജാഅക യസ്ആ അവൻ ധൃതിപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വഹുവ യഖ്ശ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഫഅൻത നിങ്ങളാണെങ്കിലോ അൻഹു തലഖ അവനെ തൊട്ട് പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നു. فأما من جاءك يسعى وهو يخشى
ഫഅൻത അൻഹു തലഹ, ഭയപ്പെട്ടുകൊണ്ട് താങ്കളുടെ അടുത്ത് ധൃതിപ്പെട്ട് വരുന്നവനാകട്ടെ താങ്കൾ അവനിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നു. കല്ലാ ഇന്നഹാ തദ്കിറ, കല്ലാ വേണ്ട, ഇന്നഹാ തദ്കിറ, തീർച്ചയായും ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു. ഫമൻ ശാഅ ദക്കറ, അതുകൊണ്ട് വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഓർമ്മിച്ചു കൊള്ളട്ടെ. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ, അങ്ങനെ വേണ്ട, തീർച്ചയായും അത് ഖുർആൻ ഒരു ഉത്ബോധനമാണ്, അതിനാൽ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ. ഫീ സുഹുഫിൻ മുകറമ, ആദരണീയമായ ഏടിൽ, ഫീ സുഹുഫിൻ ഏടിലുള്ളത്, മുക്കറമത്തിൻ ബഹുമാന്യമായ, മർഫൂഅത്തിൻ ഉയർത്തപ്പെട്ട, മുതഹ്ഹറത്തിൻ പരിശുദ്ധമാക്കപ്പെട്ട, ബി ഐദി സഫറ, ബി ഐദി സഫറത്തിൻ കൈകളിലെ കൈവശമുള്ളതായ, സഫറത്തിൻ ചില ദൗത്യവാഹകരുടെ, കിറാമിൻ മാന്യരായ, ബററ ഗുണവാന്മാരുമായ. ഈ ആയത്തുകൾ ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഫീ സുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹ്ഹറ ബി ഐദി സഫറ കിറാമിൻ ബററ, ആദരണീയവും ഉന്നതവും പരിശുദ്ധവുമാക്കപ്പെട്ടതും മാന്യരും അനുസരണശീലരുമായ ചില ദൗത്യവാഹകരുടെ കൈവശമുള്ളതുമായ ചില ഏടുകളിൽ ഉള്ളതാണത്. കുത്തിലൽ ഇൻസാനു മാ അക്ഫറ, കുത്തിലൽ ഇൻസാൻ മനുഷ്യൻ ശപിക്കപ്പെടട്ടെ, മാ അക്ഫറ എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കി മാറ്റിയത്. കുത്തിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ ശപിക്കപ്പെടട്ടെ, എന്താണ് അവനെ ഇത്ര നന്ദി കെട്ട സത്യനിഷേധിയാക്കിയത്. മിൻ അയ്യി ഷൈഇൻ ഖലക, മിൻ അയ്യി ഷൈഇൻ ഏതൊരു വസ്തുവിൽ നിന്നാണ്, ഖലക നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അള്ളാഹു അവനെ സൃഷ്ടിച്ചത് ഏതൊരു വസ്തുവിൽ നിന്നാണ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫത്തിൻ ശുക്ലബിന്ദുവിൽ നിന്ന്, ബീജാണുവിൽ നിന്ന്, ഖലഖഹു അവനെ അവൻ സൃഷ്ടിച്ചു, വഖദ്ദറ എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ശുക്ലബിന്ദുവിൽ നിന്ന് അള്ളാഹു അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി. സുമ്മ സബീല യസ്സറ, സുമ്മ സബീല പിന്നെ അവൻ്റെ മാർഗം, യസ്സറ എളുപ്പമാക്കി കൊടുത്തു. സുമ്മ സബീല യസ്സറ പിന്നെ തൻ്റെ ജീവിതമാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു. സുമ്മ അമാതഹു പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅക്ബറ എന്നിട്ട് അവനെ മറവ് ചെയ്യിച്ചു. സുമ്മ ഇദാ ശാഅ പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ, അൻശറ അവനെ പുനർജീവിപ്പിക്കുന്നതാണ്. കല്ലാ കാര്യം അങ്ങനെയല്ല, അങ്ങനെ വേണ്ട. ലമ്മാ യക്ദിമ അമറ മനുഷ്യനോട് അവൻ കൽപ്പിച്ചതവൻ നിർവഹിച്ചില്ല. ഫൽയൻദുറിൽ ഇൻസാനു മനുഷ്യൻ നോക്കിക്കൊള്ളട്ടെ, ചിന്തിച്ചു കൊള്ളട്ടെ, ഇലാ ത്വആമിഹി തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ ത്വആമി മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കണം. അന്നാ സബബിനൽ മാ സബ്ബ തീർച്ചയായും നാം മഴവെള്ളം ശക്തിയായി വർഷിപ്പിച്ചു. സുമ്മ ശക്കക്കിനൽ അർള ശക്ക, സുമ്മ ശക്കക്കിനൽ അർള പിന്നെ നാം ഭൂമിയെ പിളർത്തി, ശക്കന്നൊരു പിളർത്തല്. ഫഅംബത്നാ ഫീഹാ ഹബ്ബ അങ്ങനെ അതിൽ ധാന്യങ്ങൾ മുളപ്പിച്ചു. വഇനബൻ മുന്തിരിയും മുളപ്പിച്ചു. വകദ്ബ പച്ച സസ്യങ്ങളും മുളപ്പിച്ചു.
ജെയ്ത്തൂൻ മുളപ്പിച്ചു, നഖില ഈത്തപ്പഴവും മുളപ്പിച്ചു, ഹദായിക ഉൽബ ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി, ഫാക്കിഹത്തൻ പഴങ്ങൾ ഉണ്ടാക്കി, അബ്ബൻ കാലികൾക്കുള്ള തീറ്റയും ഉണ്ടാക്കി, അമ്പത്തിന ഫീഹാ ഹബ്ബ ഇനബൻ കൽബ വസൈത്തൂനം വനഖില വഹദായിക ഉൽബ വഫാക്കിഹത്തൻ വഅബ്ബ. എന്നിട്ടതിൽ ധാന്യങ്ങളും മുന്തിരിയും പച്ചസസ്യങ്ങളും ഒലിവും ഈത്തപ്പനയും ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും കാലിത്തീറ്റയും നാം മുളപ്പിച്ചു. മതാഅല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആ ഭയങ്കര ശബ്ദം വന്നാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹ്, അതായത് യൗമ യഫിറുൽ മർഉ മനുഷ്യൻ ഓടിപ്പോകുന്ന ദിവസം, മിൻ അഖീഹി തൻ്റെ സഹോദരനിൽ നിന്ന്, വ ഉമ്മിഹി തൻ്റെ മാതാവിൽ നിന്ന്, വ അബീഹി തൻ്റെ പിതാവിൽ നിന്നും, വ സ്വാഹിബത്തിഹി തൻ്റെ ഭാര്യയിൽ നിന്നും, വ ബനീഹി തൻ്റെ മക്കളിൽ നിന്നും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ബനീഹി, അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹ്, ലികുല്ലി ഇംറിഇൻ മിൻഹും അതിലുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കും, യൗമഇദിൻ അന്നത്തെ ദിവസം, ശഅനുൻ യുഗ്നീഹ് അവനെ മതിയാക്കുന്ന കാര്യങ്ങൾ. ലികുല്ലി ഇംറിഇൻ മിൻഹും ശഅനുൻ യുഗ്നീഹ്, അന്ന് അവരിൽ നിന്ന് ഓരോ വ്യക്തിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ ഉണ്ടായിരിക്കും. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ലാഹിക്കത്തും ചിരിക്കുന്നവയായിരിക്കും. മുസ്തബ്ശിറ സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ലാഹിക്കത്തും മുസ്തബ്ശിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നവും ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും. വവുജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ, വവുജൂഹുൻ ചില മുഖങ്ങൾ യൗമഇദിൻ അന്നത്തെ ദിവസം, അലൈഹാ ഗബറ അവയുടെ മേൽ പൊടി പരണ്ടിരിക്കും. തർഹഖുഹാ ഖതറ ഇരുട്ട് അവയെ പൊതിഞ്ഞുമിരിക്കും. വവുജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ, അന്ന് മറ്റു ചില മുഖങ്ങളാകട്ടെ അവയുടെ മേൽ പൊടി പുരണ്ടും ഇരുട്ട് അവയെ പൊതിഞ്ഞുമിരിക്കും. ഉലായിക അക്കൂട്ടര് ഹുമുൽ കഫറത്തുൽ ഫജറ, ദുർമാർഗികളായ സത്യനിഷേധികളാണ് അവര്. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ, അവരാണ് ദുർമാർഗികളായ സത്യനിഷേധികൾ. എന്തെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യന് ചെയ്തു തന്നിട്ടും അതിനൊന്നും നന്ദി കാണിക്കാതെ സത്യനിഷേധം സ്വീകരിക്കുന്നവർ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, അതിഭീകരമായ ഒരു ദിവസം വരാനിരിക്കുന്നു. അവരെയും ഉറ്റവരെയും ശ്രദ്ധിക്കാൻ പോലും മിനക്കെടാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ഓരോ വ്യക്തിയും മുഴുകിപ്പോകുന്ന ദിവസം, സമയം. അന്ന് ചിലർക്ക് സന്തോഷവും മറ്റു ചിലർക്ക് അതിയായ ദുഃഖവും വിഷവുമായിരിക്കും. കുറ്റവാളികളും സത്യനിഷേധികളുമായിരുന്നവർ അന്ന് ദുഃഖവും നിരാശയും വിഷമവും അനുഭവിക്കുന്നത്. സത്യവിശ്വാസികളാകട്ടെ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അന്ന് അതിന് കഴിയണം, അതിന് നമുക്കും അവസരം കിട്ടണം. നീയും പോയി സന്തോഷിച്ചോളൂ എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പന കിട്ടുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. ആണായാലും പെണ്ണായാലും അതിന് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.